ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ ഹൗസ് ബോട്ടിലും ഷിക്കാര വള്ളങ്ങളിലും കയറി കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോവുകയാണ് പതിവ്. ഇതിനുമപ്പുറത്തേക്ക് ഒട്ടേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വേഗ 2 സാധാരണക്കാർക്കും ആഡംബര ബോട്ടിൽ ആലപ്പുഴയുടെ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ അവസരം നൽകുന്ന കേരള ജലഗതാഗത വകുപ്പിൻ്റെ AC ബോട്ടാണ് വേഗ 2. ആലപ്പുഴ ഗവൺമെൻറ് ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ബോട്ട് പുറപ്പെടുന്നത്. KSRTC സ്റ്റാൻഡിനടുത്തായിട്ടാണ് ബോട്ട് ജെട്ടി ഉള്ളത്. ട്രെയിനിൽ നിന്ന് വരുന്നവർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ബസ്സിൽ 13 രൂപ ടിക്കറ്റ് എടുത്ത് ജെട്ടിയിലെത്താം. പോകേണ്ടവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. മുമ്പിൽ AC റൂമും ബാക്കിൽ നോൺ AC സെക്ഷനുമാണ്. ബാക്കിൽ ഒരു ഓപ്പൺ ഏരിയയും ടോയ്ലറ്റുമുണ്ട്. 40 AC സീറ്റുകളും 80 നോൺ AC സീറ്റുകളുമാണ് ബോട്ടിലുള്ളത്. AC സീറ്റിന് 600 രൂപയും നോൺ AC സീറ്റിന് 400 രൂപയുമാണ് ചാർജ് വരുന്നത്. ഫുഡിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. രാവിലെ 11 മണിക്ക് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങി പുന്നമട കായൽ, വേമ്പനാട്ട് കായൽ, പാതിരാമണൽ ദ്വീപ്, കുമരകം, കുട്ടനാട് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് തിരികെ 4 മണിക്ക് ആലപ്പുഴയിൽ തിരിച്ചെത്തുന്ന 5 മണിക്കൂർ യാത്രയാണിത്. ഈ യാത്രയിൽ പാതിരാമണൽ ദ്വീപിൽ മാത്രമേ ബോട്ട് നിർത്തുള്ളൂ. അവിടെ അരമണിക്കൂർ ദ്വീപ് കാഴ്ചകൾ കാണാം. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഫെറി സർവീസ്. ബസ് സർവീസ് പോലെ തന്നെ സാധാരണക്കാരുടെ ദൈനംദിന യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഫെറി സർവീസ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കായൽ ഭംഗിയും നാട്ടിൻപുറ കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റിയ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസാണിത്. ഗവൺമെൻറ് ബോട്ട് ജെട്ടിയിൽ നിന്ന് പല ഭാഗത്തേക്കും ബോട്ട് സർവീസ് ഉണ്ട്. 1:30-നുള്ള കൈനഗിരിയിലേക്കുള്ള ബോട്ടിലാണ് ഞങ്ങൾ പോയത്. ഏകദേശം 1 മണിക്കൂർ യാത്രക്ക് മുകളിൽ 60 രൂപയും താഴെ 23 രൂപയുമാണ് ചാർജ് വരുന്നത്. ബോട്ടിൻ്റെ മുകളിൽ ടൂറിസ്റ്റുകളും താഴെ പാസഞ്ചേഴ്സുമാണ് കയറുന്നത്. ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് ബസ് പോലെ ഓരോ ജെട്ടിയിലും നിർത്തി ആളെ ഇറക്കുകയും കയറ്റുകയും ചെയ്താണ് ബോട്ട് പോകുന്നത്. ഇതിലൂടെ നമുക്ക് കുട്ടനാടിൻ്റെ നാട്ടിൻപുറ കാഴ്ചകളെല്ലാം കണ്ടറിയാനായി സാധിക്കും. കോട്ടയത്തേക്കുള്ള ബോട്ടിൽ കയറിയാൽ വെറും 29 രൂപയ്ക്ക് ഏകദേശം 3 മണിക്കൂർ കായൽ യാത്ര നമുക്ക് ആസ്വദിക്കാം. ഷിക്കാര ബോട്ട്. ഹൗസ് ബോട്ടുകളുടെ ചെറിയ ഒരു രൂപമാണ് ഷിക്കാര ബോട്ട്. ഹൗസ് ബോട്ടുകൾ എത്താത്ത തോടുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് ആലപ്പുഴയുടെ നാടൻ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. ബോട്ട് ജെട്ടിയുടെ അടുത്ത് നിന്ന് ഒരുപാട് ഷിക്കാര ബോട്ടുകളുണ്ട്. മണിക്കൂറായിട്ടും ഡേ പാക്കേജായും ബോട്ട് എടുക്കാം. ഏകദേശം 2 മണിക്കൂർ ട്രിപ്പിന് 1000 മുതൽ 1500 രൂപ വരെയാണ് വാങ്ങുന്നത്. സീസൺ അല്ലാത്തപ്പോൾ 500 രൂപയ്ക്കാണ് ട്രിപ്പ് പോകുന്നത്. ഹൗസ് ബോട്ട്. കായൽ കാഴ്ചകൾക്ക് വളരെ പ്രശസ്തമായ പ്രദേശമാണ് ആലപ്പുഴ. ഹൗസ് ബോട്ടാണ് ആലപ്പുഴയിലെ ടൂറിസത്തിലെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. ചെറുതും വലുതുമായ പലതരത്തിലുള്ള ഹൗസ് ബോട്ടുകൾ ഇവിടെ സഞ്ചാരികൾക്ക് ലഭ്യമാണ്. വിവിധതരം റേറ്റുകളാണ് ഇവയ്ക്കുള്ളത്. പുന്നമട ഫിനിഷിംഗ് പോയിന്റിനടുത്താണ് ഹൗസ് ബോട്ട് ടെർമിനൽ. അവിടെയുള്ള DTPC പ്രീപെയ്ഡ് കൗണ്ടർ വഴിയും ഓൺലൈനായും ഹൗസ് ബോട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. സീസണിൽ നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. സീസൺ അല്ലാത്തപ്പോൾ നേരിട്ട് വന്നാൽ കുറഞ്ഞ നിരക്കിൽ കിട്ടും. ഉച്ചയ്ക്ക് 12 മണിക്ക് പുറപ്പെട്ട് പുന്നമട കായൽ, കുട്ടനാട് എല്ലാം കറങ്ങി കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലെത്തി
വൈകിട്ട് 6 മണിക്ക് ബോട്ട് സൈഡാക്കി അവിടെ സ്റ്റേ ചെയ്തതിനു ശേഷം രാവിലെ 9 മണിക്ക് തിരിച്ചെത്തുന്ന യാത്രയിൽ വെൽക്കം ഡ്രിങ്ക്, ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം ഇൻക്ലൂഡാണ്. രാവിലെ 11 മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് തിരിച്ചെത്തുന്ന 1 ഡേ പാക്കേജുമുണ്ട്. സ്പീഡ് ബോട്ട്. കായലിലൂടെയുള്ള സ്പീഡ് ബോട്ട് യാത്ര നല്ല ത്രില്ലിങ്ങും എക്സ്പീരിയൻസുമാണ്. പുന്നമട ഫിനിഷിംഗ് പോയിന്റിനടുത്തു നിന്ന് തന്നെ സ്പീഡ് ബോട്ടും ലഭിക്കും. ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ വിളിച്ചാൽ കായലിൽ നിന്നു തന്നെ സ്പീഡ് ബോട്ടിൽ കയറി ചുറ്റിക്കറങ്ങാം. കയാക്കിംഗ്. ആലപ്പുഴയിൽ കയാക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട്. കായൽ കാഴ്ചകളും നാട്ടിൻപുറ കാഴ്ചകളും കണ്ട് കയാക്കിംഗ് നടത്താം. സൺറൈസ് സൺസെറ്റ് ടൈമിംഗ് ആണ് കയാക്കിങ്ങിന് നല്ലത്. മണിക്കൂറിനാണ് ചാർജ്. ഒറ്റയ്ക്കും 2 ആളായും പോകാവുന്ന ബോട്ടുകളുണ്ട്. കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കാം. കായംകുളം. പച്ചപ്പുകളാൽ ചുറ്റപ്പെട്ട കായംകുളം തടാകം ബോട്ടിംഗ്, മീൻപിടുത്തം, പക്ഷി നിരീക്ഷണം, കയർ വ്യവസായം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. കായലിനോട് ചേർന്ന് പാർക്കും അടുത്തു തന്നെ ബീച്ചുമുണ്ട്. കായംകുളത്തെ 400 വർഷത്തിലേറെ പഴക്കമുള്ള വാരണപ്പള്ളി തറവാട് കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഇടമാണ്. കായംകുളം രാജാവിന് ധാരാളം പടയാളികളെയും പടത്തലവന്മാരെയും സംഭാവന ചെയ്ത തറവാട്. ശ്രീനാരായണ ഗുരു സംസ്കൃതം പഠിക്കുവാനെത്തിയ ഇടമെന്ന നിലയിലും അറിയപ്പെടുന്നു. കൊച്ചുണ്ണി നടത്തിയ മോഷണത്തിൻ്റെ കഥയിലും ഈ തറവാട് അറിയപ്പെടുന്നുണ്ട്. കൃഷ്ണപുരം കൊട്ടാരം. കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിർമ്മിച്ച കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ കഥ വിവരിക്കുന്ന ചുവർച്ചിത്രം പേരുകേട്ടതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രങ്ങളിലൊന്നാണിത്. ഇതിനു പുറമെ പ്രാചീന ശില്പങ്ങൾ, നാണയങ്ങൾ, ആയുധങ്ങൾ തുടങ്ങി ഒട്ടേറെ പുരാവസ്തുക്കളുടെ ശേഖരവും ഇവിടെ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് ചാർജ്. രാവിലെ 9 മണി മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയുമാണ് പ്രവേശനം. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. കുട്ടനാട്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കുട്ടനാട്. വേമ്പനാട് കായലിൻ്റെ ഹൃദയഭാഗത്താണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കായൽ പോലെ കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന നെൽവയലുകളും ഗ്രാമഭംഗിയുമാണ് ഇവിടുത്തെ കാഴ്ചകൾ. സീ ലെവലിനു താഴെ നെൽകൃഷി ചെയ്യുന്ന ചുരുക്കം സ്ഥലങ്ങളിലൊന്നാണ് കുട്ടനാട്. ചമ്പക്കുളം. വള്ളം കളിയാൽ പ്രസിദ്ധമാണ് പമ്പയാറിൻ്റെ തീരത്തുള്ള ചമ്പക്കുളം ഗ്രാമം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളം കളിയാണ് ചമ്പക്കുളം വള്ളംകളി. വള്ളംകളി മത്സരങ്ങളുടെ സീസൺ ആരംഭിക്കുന്നത് ചമ്പക്കുളം വള്ളംകളി മത്സരത്തോടെയാണ്. ജൂൺ, ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഈ ജലോത്സവത്തിനു സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്താറുണ്ട്. പാതിര മണൽ. ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ പഞ്ചായത്തിൽപ്പെടുന്ന വേമ്പനാട്ട് കായലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ദ്വീപാണ് പാതിര മണൽ. കണ്ടൽക്കാടുകളും മറ്റു ജലസസ്യങ്ങളും കുറ്റിച്ചെടികളും ചേർന്ന് പക്ഷികളുടെ ആവാസ കേന്ദ്രമായ ഈ ദ്വീപിന് 50 ഏക്കറോളം വിസ്തൃതിയുണ്ട്. പക്ഷി നിരീക്ഷണത്തിന് പേരുകേട്ട സ്ഥലം കൂടിയാണ് പാതിര മണൽ. ഇവിടേക്ക് 20 രൂപ എൻട്രി ടിക്കറ്റ് എടുക്കണം. തിരക്കിൽ നിന്നു മാറി കുറച്ചു സമയം ശാന്തമായി ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. പച്ചപ്പിൻ്റെ നടുവിലൂടെ നടന്ന് ദ്വീപിലെ കാഴ്ചകൾ കാണാം. കുമരകത്തിനും തണ്ണീർമുക്കം ബണ്ടിനും ഇടയ്ക്കുള്ള ഈ സ്ഥലത്തേക്ക് കുമരകത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും പ്രൈവറ്റ് ബോട്ട് ലഭിക്കും. വേഗ 2 ബോട്ട് പാക്കേജിലാണ് ഞങ്ങൾ പോയത്. ഹൗസ് ബോട്ടിലൊക്കെ പോകുന്നവർക്ക് പാതിര മണലും കൂടെ പാക്കേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഷിക്കര ബോട്ടുകളിലും ഇവിടേക്ക് പോകാം. കാക്കത്തുരുത്ത്. ആലപ്പുഴ ജില്ലയിലെ എഴുപുന്ന പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ ദ്വീപാണ് കാക്കത്തുരുത്ത്. വേമ്പനാട്ട് കായലിലാണ് ഈ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ജിയോഗ്രഫിക് മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ഫോട്ടോ ഫീച്ചറിലൂടെയാണ് ഈ ദ്വീപ് ലോക ടൂറിസത്തിൽ ഇടം പിടിച്ചത്. മനോഹരമായ സൂര്യാസ്തമയ കാഴ്ചകൾക്ക് പുറമെ കയാക്കിംഗ്, ഷിക്കാരവള്ളം, ഫിഷിംഗ് എന്നിവയാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. പെരുമ്പളം ദ്വീപ്.
വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പെരുമ്പളം ദ്വീപിനെ ടൂറിസം വകുപ്പ് വിവിധ പദ്ധതികൾ നടപ്പാക്കി വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുവാൻ ഒരുങ്ങുകയാണ്. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് കണ്ടൽക്കാടുകളും പച്ചപ്പും നിറഞ്ഞതാണ്. സഞ്ചാരികൾക്ക് ദേശാടന പക്ഷികളെയും ഉൾനാടൻ മത്സ്യബന്ധന രീതികളുടെയും കാഴ്ചകൾ കാണാം. ചേർത്തലയിൽ നിന്നും 17 കിലോമീറ്ററും അരുക്കുറ്റിയിൽ നിന്നും 6 കിലോമീറ്ററും സഞ്ചരിച്ചാൽ പാണാവള്ളി ബോട്ട് ജെട്ടിയിലെത്താം. അവിടെ നിന്നും ബോട്ട് മാർഗം ദ്വീപിൽ എത്തിച്ചേരാവുന്നതാണ്. കരയുമായി ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന പെരുമ്പളം പാലത്തിൻ്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. സീ വ്യൂ പാർക്ക്. ആലപ്പുഴ ബീച്ചിനടുത്തായിട്ടാണ് സീ വ്യൂ പാർക്ക്. സിപ്പ് ലൈൻ, കയാക്കിംഗ്, ബോട്ടിംഗ്, സോർബിംഗ് തുടങ്ങി ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. 50 രൂപയാണ് എൻട്രി ചാർജ്. ഓരോ റൈഡിനും പ്രത്യേകം ചാർജ് വരുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ടൈമിംഗ്. വിജയ് ബീച്ച് പാർക്ക്. ബീച്ചിനടുത്തുള്ള കിഡ്സ് പാർക്കാണ് വിജയ് പാർക്ക്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ബോട്ടിങ്ങുമാണ് ഇവിടെയുള്ളത്. 20 രൂപയാണ് ചാർജ്. 10 മണി മുതൽ 8 മണി വരെയാണ് ടൈമിംഗ്. ജൈനക്ഷേത്രം. ജൈനമത വിശ്വാസികളുടെ പ്രധാന ആരാധനാലയമാണ് ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ജൈനക്ഷേത്രം. ഗുജറാത്തി ജൈനരുടെ ചരിത്രം പറയുന്ന ദക്ഷിണേന്ത്യയിലെ ചുരുക്കം ജൈനക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കേരളത്തിലെ ജൈനമത വളർച്ചയ്ക്ക് ഒരു കാലത്ത് ഈ ആരാധനാലയം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി ഗുജറാത്ത് സ്ട്രീറ്റിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രവി കരുണാകരൻ മ്യൂസിയം. ആലപ്പുഴയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഗുജറാത്തി സ്ട്രീറ്റിനടുത്തുള്ള ഈ മ്യൂസിയം. രവി കരുണാകരൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർമ്മിച്ച ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾ 3 തലമുറകളിലായി അദ്ദേഹത്തിൻ്റെ കുടുംബം ശേഖരിച്ചവയാണ്. കേരളത്തിലെ ആധുനിക കയർ വ്യവസായത്തിൻ്റെ ശില്പിയായിരുന്നു അദ്ദേഹം. ആനക്കൊമ്പ്, ക്രിസ്റ്റൽ ശേഖരങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, ചുവർ ചിത്രങ്ങൾ, പുരാവസ്തുക്കൾ തുടങ്ങി കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കളക്ഷൻ ഇവിടെയുണ്ട്. 200 രൂപയാണ് എൻട്രി ചാർജ്. 9 മണി മുതൽ 5 മണി വരെയാണ് ടൈമിംഗ്. തിങ്കൾ അവധിയാണ്. ഇൻ്റർനാഷണൽ കയർ മ്യൂസിയം. രവി കരുണാകരൻ മ്യൂസിയത്തിൽ നിന്ന് 7 കിലോമീറ്റർ മാറി കലവൂരിനടുത്താണ് കയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഒരു സംരംഭമായ ഈ മ്യൂസിയം ചകിരിയുടെ പരിണാമത്തെക്കുറിച്ചും ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ ആരംഭം മുതൽ ഇന്നത്തെ വൈവിധ്യമാർന്ന ഉപയോഗങ്ങൾ വരെയുള്ള ഒരു യാത്രയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. 20 രൂപയാണ് ചാർജ്. രാവിലെ 9:30 മുതൽ 5 മണി വരെയാണ് പ്രവേശനം. തിങ്കൾ അവധിയാണ്. ആന പരിശീലന ക്യാമ്പ്. കയർ മ്യൂസിയത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറി കാട്ടൂരിലാണ് ആന പരിശീലന ക്യാമ്പ്. ഇവിടെ ആനകൾക്ക് ഭക്ഷണം നൽകാനും ആനയെ കുളിപ്പിക്കുന്നതും കാണാം. രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് പ്രവേശനം. 10 മിനിറ്റോളം വരുന്ന ആന സവാരിക്ക് മുതിർന്നവർക്ക് 500ഉം കുട്ടികൾക്ക് 250 രൂപയുമാണ് ചാർജ്. തകഴി മ്യൂസിയം. ഇതിഹാസ സാഹിത്യകാരൻ തകഴി ശിവശങ്കരപിള്ളയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീടാണ് തകഴി മ്യൂസിയമായി സംരക്ഷിച്ചിരിക്കുന്നത്. മ്യൂസിയം കോമ്പൗണ്ടിലാണ് തകഴി അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അദ്ദേഹത്തിൻ്റെ കൃതികൾ തുടങ്ങിയവ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയുമാണ് സന്ദർശന സമയം. അമ്പലപ്പുഴക്കടുത്താണ് മ്യൂസിയം ഉള്ളത്. കരുമാടിക്കുട്ടൻ മണ്ഡപം. തകഴിക്കടുത്തായി സ്ഥാപിച്ചിട്ടുള്ള ഒരു ബുദ്ധ പ്രതിമയാണ് കരുമാടിക്കുട്ടൻ. അമ്പലപ്പുഴ കരുമാടി പാടശേഖരത്തിൽ നിന്നു കിട്ടിയ ബുദ്ധവിഗ്രഹമാണ് കരുമാടിക്കുട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 11-ാം നൂറ്റാണ്ടിലാണ് ഈ ബുദ്ധവിഗ്രഹം സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. കുമാരക്കൊടി. മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് അമ്പലപ്പുഴയിൽ നിന്ന് 12 കിലോമീറ്റർ മാറിയുള്ള കുമാരക്കൊടി. 1924 ജനുവരി 16-ന് പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലാണ് ആശാൻ മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഈ സ്ഥലത്തിനു കുമാരക്കൊടി എന്ന പേര് നൽകുകയും അവിടെ ആശാൻ്റെ പ്രതിമ നിർമ്മിക്കുകയും ശേഷിപ്പുകൾ ബോട്ടിൻ്റെ മാതൃകയിൽ തീർത്ത സ്മൃതി മണ്ഡപത്തിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ഇനി നമുക്ക് ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ബീച്ചുകൾ നോക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.